ഈ പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യും? ഈ വ്യാജ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് രാഹുൽ മാങ്കൂട്ടം, രാഹുൽ ഈശ്വർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ന്യൂസിൽ മൊത്തം വന്നിരുന്ന കാര്യം എന്താണെന്നറിയാവോ? രാഹുൽ ഈശ്വറിനെതിരെ യുവതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത ആ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുത്തു എന്നും പറഞ്ഞാണ് ഇന്നലെ വീണ്ടും. പക്ഷെ ഇന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്തെടുത്തു, ആ പെണ്ണിനെതിരെ കേസുമായിട്ട് പോയി. ഇന്നലെ മെയിലും കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രിവാൻഡ്രം പോയപ്പോഴാണ് അറിയുന്നത് ആ പെൺകുട്ടി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഇത് മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. എന്തുകൊണ്ടാണ് ഈ ന്യൂസുകളൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നത് ഇവിടുത്തെ മീഡിയക്കാര്? മെനഞ്ഞാന്ന് നമ്മുടെ ആന്റണിയുടെ ജട്ടി കേസ് കേട്ടുണ്ടല്ലോ, അത് വന്നപ്പോ തൊട്ട് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ആരാന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കിടന്നുറക്കമില്ല, കിടന്നിട്ട് ഇരിക്കപ്പുറത്തി ഇല്ലാത്തത് കൊണ്ട് വി ഡി സതീശന്റെ കൊണ്ടിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കൊണ്ടിട്ട്, അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ LDF സർക്കാരിന്റെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് കിട്ടുന്നത് കൊണ്ടുവരും, ന്യൂസ് അങ്ങോട്ട് മാറ്റിക്കും. എന്നിട്ട് ഇവരങ്ങനെ നൈസായിട്ട് അങ്ങ് ഇതാവും. ഈ സ്വർണത്തിന്റെ ശബരിമല സ്വർണ്ണ വിഷയം വന്നപ്പോഴത്തേക്ക് രാഹുലിനെ കൊണ്ടിട്ടു ആ ഒരു പാട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെ പറയത്തില്ല, സ്വർണ്ണപ്പെട്ടവരാരപ്പ സഖാക്കൾ, ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് സത്യം പറഞ്ഞാൽ ഗതി അങ്ങ് മാറ്റിക്കളഞ്ഞു. ആ പാട്ട് ആൾക്കാർ പാടാൻ തുടങ്ങിയപ്പോമാർക്ക് പണി കിട്ടാൻ തുടങ്ങി. ആ പാട്ട് അല്ലേ? അപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ ആലോചിച്ചിരിക്കും. കൊച്ചു പിള്ളേർക്ക് പോലും ഇപ്പൊ അതറിയാം ആ പാട്ട്. എന്തിന് കർണാടകയിൽ നിന്ന് ശബരിമലയിലോട്ട് പോകുമ്പോഴും ആ പാട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയത്തില്ലല്ലോ പാട്ട് എന്താണെന്ന് സത്യത്തില്ല. ഓക്കെ, അപ്പം ഇവരുടെ ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ കേസ് തിരിച്ചു വിടുക. അപ്പൊ മെനഞ്ഞാത്ത കേസ് തിരിച്ചു വിടാൻ വേണ്ടി ഇപ്പൊ ഇന്നലെ യുവതി അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ലെന്നുള്ള രീതി സംസാരിക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വർ പറയാം ഞാൻ പൊട്ടനാ. പിന്നെ മെൻസ് കമ്മീഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം കേട്ടോ. കാരണം അത് വേണം, ഈ കാലഘട്ടത്തിൽ അത് വേണം. അല്ലെങ്കിൽ ഇത് കാണുന്ന സഹോദരന്മാരെ, ചേട്ടന്മാരെ, നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ ചിലപ്പോ ഒന്ന് ചുമ്മാ ഒന്ന് തുമ്മിയാൽ മതി, അപ്പം 4 പീഡനം കഴിഞ്ഞെന്ന് പറയും. അതാണ് കാലം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാഹുൽ പാലക്കാട് മത്സരിക്കണം എന്നും കൂടെ ആഗ്രഹമുള്ളവരും കൂടെ ലൈക്ക് കിട്ടോ. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് പിന്നെ ചാനൽ കാണുന്നവർ, ആരും അങ്ങനെ സബ്ബൊന്നും വലുതായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്ബും ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പറയണ്ടേ, ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ, ഇവിടുത്തെ നാട് നന്നാവുന്നു. ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന, ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ അത് മതി. അതിൽ ഒരുത്തൻ, ആ 10 പേരിൽ ഒരുത്തൻ മാറി ഒരു വോട്ട് ഈ പാർട്ടിക്കെതിരെ ഒരു വോട്ട് കൊടുത്താൽ അതെൻ്റെ ഒരു വിജയമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ എന്തായാലും പ്രസ് മീറ്റ് കാണാം. ഈ പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യും? ഈ വ്യാജ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഞാനിപ്പോൾ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ ചെന്ന് ബഹുമാനപ്പെട്ട SHOയോടും പോലീസുകാരോടും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് അങ്ങനെ ആ പരാതിക്കാരി ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണ്. ശരിയാണോ തെറ്റാണോ എന്നും എനിക്കറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ, നിങ്ങൾക്ക് അന്വേഷിക്കാം. കണ്ടല്ലോ, അങ്ങനെ ഒരു പരാതി കൊടുത്തില്ല. പക്ഷെ ഇന്നലെ മീഡിയയിൽ മൊത്തം അത് തൂത്തുവാരി ആ ഒരു സംഭവം. അപ്പൊ അത്രയും കേസ് ഇതാക്കില്ല. അതിന് രാഹുൽ ഈശ്വരും രംഗത്ത് വന്ന് കുറെ കാര്യങ്ങൾ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നും പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യുവതിയുടെ ഭർത്താവ് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു യുവതിക്കെതിരെ എന്തോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവൻ ഇട്ടില്ലെങ്കിൽ അവന് പണി പാടും. എല്ലാവരും കൂടെ പ്ലാൻഡ് ആണെന്നുള്ള രീതി ഇന്നലെ നമ്മൾ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലപ്പോൾ അവൻ നൈസായിട്ട് വിഷയം മാറ്റാൻ നോക്കുന്ന ഞാൻ തോന്നുന്നു. ഇവിടെ കേസ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞ യുവതി സ്വന്തം ഭർത്താവിനെ തന്നെയാണ്. അവനാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ട് മറഞ്ഞ മുഖമാണെങ്കിലും നാട്ടുകാർക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമല്ലോ. അവിടെ സത്യം പറഞ്ഞാൽ നാട്ടിച്ചത് അവനാന്ന് പറയാം. എല്ലാ മാധ്യമങ്ങളും, നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് രാഹുൽ ഈശ്വറിനെതിരെ ആ പരാതിക്കാരി ഒരു പരാതിയുമായി വരുന്നിട്ടുണ്ട്, തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അത് പൂങ്കുഴലി മാഡത്തിന് കൊടുത്തു. പൂങ്കുഴലി മാഡം അത് സൈബർ പോലീസിന് കൈമാറി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് വിശ്വസിച്ച് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എൻ്റെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ, ഈ 11:15 ഞാൻ SHOയെ കണ്ടത്. അപ്പോൾ SHO പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സത്യം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ IPC 211 BNS 248 ഈ നമ്പറുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കണം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആവശ്യം വരുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും ആവശ്യം വരുന്ന 2 നമ്പറുകളാണ്. ആ നമ്പർ BNS 248 IPC 211. ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ബഹുമാനപ്പെട്ട
പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഈ പത്രസമ്മേളനത്തിൻ്റെ മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പി അവരിൽ എത്തിച്ചിട്ടുണ്ട്, കംപ്ലയിൻറ്റ് എത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അഡ്വക്കേറ്റിൻ്റെ, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിൻ്റെ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിൻ്റെ വെരിഫിക്കേഷനും വാലിഡേഷനും കഴിഞ്ഞ് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് 3 കോടതികളിലെ അഡ്വക്കേറ്റ്സിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് പറയുന്ന ഓരോ വാക്കും ഓരോ വരിയും കൃത്യമാകണം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം പറയാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്ന അസംഷനിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത്. അത് പൂർണ്ണമായും തെറ്റാണ്. എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല. ഇത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. 2, ഏറ്റവും പ്രധാനം, 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഓർക്കണം, 16 ദിവസം. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല. ഞാൻ ശ്രീ ദിലീപിനെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വേടനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്, അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല. ഞാൻ 16 ദിവസമാണ്. അതെ, വേടന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നേ? വേടനെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. വേടനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വേടൻ അത്യാവശ്യം ഈ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വേടന്റെ വരികൾ മിക്കപ്പോഴും ആ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പാടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്കെല്ലാം വേടനെ കൊണ്ടുവരും. എന്തിനും ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന് അതിന്റെ വേടന് പുരസ്കാരങ്ങൾ കൊടുത്ത് ആൾക്കാർ കൂടുതൽ എങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അവരെ ചേർത്ത് പിടിക്കാൻ ഈ പാർട്ടിക്കാർ നോക്കത്തുള്ളൂ. മനസ്സിലായോ? പക്ഷെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലായി പോയിട്ടോ, അല്ലെങ്കിൽ രാഹുലിനെ അങ്ങ് ചേർത്ത് പിടിച്ചാനെ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കി വിട്ടാനെ. വേടന്റെ കേസ് കേട്ട് സത്യമാണ്, വേടന്റെ റൂമിൽ ഇന്ന സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, കറക്റ്റ് വിവരങ്ങൾ കറക്റ്റായിട്ടെല്ലാം കൂസി വന്നു. എന്നിട്ട് വേടനെ 1 മാസം കഴിഞ്ഞപ്പോൾ വേടനെ പോയിട്ട് സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വേടൻ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ അവർ ഏത് വഴിയും പോകും. അപ്പൊ ആ വേടന്റെ സ്ഥാനത്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ആരെങ്കിലോ, ഞാനാണെങ്കിലോ, ഒരു സാധാരണപ്പെട്ട നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതും. ആൾക്കാർ ഒരു ചായക്കട ഇരുന്നിട്ട് ഒരുത്തനിരുന്ന കഥ പറയും, അതിരുന്ന് വിശ്വസിച്ച് പോകുന്ന കുറെ മണ്ടരായ കുറെ ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാർ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇല്ലെങ്കിലോ അതുമില്ല. എന്തായാലും ഈ ഒരു പാർട്ടി 3 മാസം കൂടെ കാണാവുള്ളൂ. നമ്മളൊക്കെ അവർ വെറുതെ വിടുമോന്ന് പോലും ഡൗട്ടാണ്. കാരണം ഇപ്പോഴും ഈ പാർട്ടി ഇരുന്ന് കുറ്റം പറയുന്നതാണ്. നമ്മൾ ഫേസ് ടു ഫേസ് പറയുന്ന പോലെയല്ല സോഷ്യൽ മീഡിയ ഇരുന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ ഇരുന്ന് കേൾക്കുന്ന കാര്യമാണ്. ഓക്കെ, എന്നാലും ബാക്കി കേൾക്കാം. ജയിലിൽ കിടന്നു. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം. പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരിത്തേക്കാനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ, അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നതുകൊണ്ടാണ്. കുത്തിപ്പൊട്ടിക്കുന്നു എന്നല്ല, ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ്. നീ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥം വ്യാഖ്യാനി. അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ, അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ, അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം. അത് പല രീതിയിലുണ്ട്. അതിന്റെ ഒരു വിക്ടിമാണ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോയിൽ പെടുത്താൻ മുകേഷിനെ കൊടുത്തു. ആത്യന്തികമായി കേസ് നിൽക്കില്ലെന്നറിയാം. പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം, ഇയാൾ അത്യാവശ്യം ഒന്ന് നാറണം, ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം. ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായതുകൊണ്ടാണ്. മുകേഷിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ പുള്ളിയുടെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പുള്ളി ഇച്ചിരി എന്താ പറയണ്ടേ, എല്ലാം ആടിക്കുഴഞ്ഞ് ഒരു വെറൈറ്റി സംഭവമാണ്. ഇപ്പൊ പെൺപിള്ളേരുടെ ഇടയിലാണെങ്കിലും എല്ലാം പുള്ളി ഉല്ലസിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തിയുടെ എതിരെ ഒരു പെണ്ണുകേസ് കൊണ്ടുവരുവാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർക്ക് തിരിച്ച് വരുത്തിയടിക്കാൻ പറ്റും. അതവനെ ഇതല്ല, ഇതിന്റെ അപ്പുറവും കാണിക്കുന്ന ഒരു ചെറ്റയാണെന്ന് വേണമെങ്കിലും വരുത്തിയടിക്കാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് അറിയുന്നത്. ഇയാളുടെ സത്യാവസ്ഥ അറിഞ്ഞപ്പോഴാണ് പെടുത്താൻ നോക്കിയതാണ്. കാരണം ഇപ്പൊ മുകേഷ് എന്നിട്ട് ഒരു വലിയൊരു ബിൽഡിങ് അതിന്റെ എന്താ പറയണ്ടേ കൊളാബ് ഏറ്റെടുക്കുന്നത്, കൊളാബും അതും ഇതും, പിന്നെ അത് മാത്രമല്ല പ്രൊമോഷനും അതും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അയാൾക്ക് ഒരുപാട് പൈസയും കിട്ടും, ആ സ്ഥാപനം വളരുകയും ചെയ്യും. ചില രാഷ്ട്രീയക്കാർക്ക് അതൊക്കെ അടിച്ചു കൂട്ടിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ആ സമയത്തായിരിക്കും ഇവന്റെ പ്രൊമോഷനുമായിട്ട് വരികയും ചെയ്യുന്നത്. അപ്പൊ അവന്മാർക്ക് എന്തുവാ നഷ്ടമായിരിക്കും. അയ്യോ, ആ സ്ഥാപനം വലുതായില്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അങ്ങനെ മുകേഷിനോട് നല്ല ശത്രുത ഉണ്ടായിരുന്നു ഈ പാർട്ടിക്കാർക്ക്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്ന് കരുതി. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വെക്കാം. 2, ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ്, നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു.
അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തത് എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് വീണ്ടും പറയും. അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യേക നല്ല ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടു. എന്നിട്ട് അതിൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ്, ഞാൻ വായിക്കാം കൃത്യമായിട്ട്, രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഈ പരാതി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതായത് അയാൾ തെറ്റ് ചെയ്തു എന്നല്ല, പക്ഷേ ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് രൂക്ഷമായി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന് പ്രസ് മീറ്റുകൾ, പത്രക്കാരെ കണ്ടു, DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, അയാൾ വീഡിയോ ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിതൻ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്, കാരണം അവന്റെ ജീവിതം തകർന്നു, അവന്റെ സമ്പത്ത് തകർന്നു, കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തകർന്നു, അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വെച്ചു. 2, നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും, ആ പെൺകുട്ടി പറഞ്ഞത് 4 ദിവസമേ കല്യാണമുള്ളായിരുന്നു, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞുവെന്ന്. അത് 2ഉം പച്ച കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ? കല്യാണം ഒഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല, കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാവുക? ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിന് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല, പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കുകയാണ്. ഇത് ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ കേസിൽ നമ്മുടെ അഭിനേത്രി, എനിക്കിഷ്ടമുള്ള ഒരു അഭിനേത്രി, പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല, ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. റിനി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ. സാമൂഹിക മാധ്യമങ്ങളിൽ അതെ, എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ. എന്തോ പറയാനാന്ന് പറ. ഇലക്ഷൻ വന്ന സമയത്ത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന യുവമാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന വിഷയമായിരുന്നു. അതുകൊണ്ട് ഇലക്ഷന് അകത്തിടുകയും ചെയ്തു. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പെൻഷൻ മേടിച്ചില്ല, അങ്ങേറെ മാണി പറഞ്ഞുവിട്ട് നക്കിയിട്ടാണെങ്കിലും എൻ്റെ പോലെ നിനക്കൊക്കെ നല്ല പണിയും തന്ന് മേലെ അമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്നു. നക്കിയെന്ന് കഴിഞ്ഞ വട്ടവും ഈ ഇലക്ഷന് പിടിച്ചത് അങ്ങനെയാണ്, കിറ്റ് കൊടുത്തിട്ടാണ് പിടിച്ചതെന്നുള്ള അർത്ഥം തന്നെ അവന്മാരുടെ വായിന്ന് പറയാതെ പറയുന്നുണ്ട്. അല്ല പറഞ്ഞു. ഓക്കെ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശ്വറിനെയും നമ്മുടെ VD സതീഷിനെയും ഒക്കെ അങ്ങ് എടുത്താൽ നോക്കി ജട്ടി കേസ് അങ്ങ് ഒളിപ്പിക്കാൻ വേണ്ടി കാണിച്ച ഓരോ തോന്നിയവാസങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. മനസ്സിലായവർ മനസ്സിലായെന്ന് തന്നെ പറ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സംഭവം ഷെയർ. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ 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 ബൈ.